സ്ക്രോളുന്നതിനിടയിൽ ഉമാശങ്കറിൻ്റെ റിക്വസ്റ്റിൽ ഒരു നിമിഷം ഞാൻ നിശ്ചലനായി. റിക്വസ്റ്റ് വന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. അതായത് ഉമ മരിക്കുന്നതിനു മുൻപ്. ഒരിക്കൽ മാത്രം കണ്ടിട്ടുള്ള, ഒരിക്കൽ മാത്രം സംസാരിച്ച ഒരാൾ മാസങ്ങൾക്കിപ്പുറം മരണത്തിന് ഒരാഴ്ച മുൻപ് സൗഹൃദത്തിന് ക്ഷണിച്ചത് എന്തിനായിരുന്നിരിക്കണം? പതിയെ ഉമയുടെ പ്രൊഫൈലിലേക്ക് ചിത്രങ്ങളും കവിതകളും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുടെ വസന്തത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. മരിച്ചുപോയൊരാളുടെ പ്രൊഫൈൽ നോക്കുന്നത് അയാൾ അറിയുന്നുണ്ടാകുമോ? ചിലപ്പോൾ എൻ്റെ അടുത്ത് അദൃശ്യയായിരുന്ന് എല്ലാം കാണുന്നുണ്ടാകാം. എന്ത് കമൻ്റ് ഇടണമെന്നറിയാതെ ആലോചനയിലാഴുന്നത് കണ്ട് ചിരിക്കുന്നുണ്ടാകാം. ഇത്രയും നാൾ എൻ്റെ റിക്വസ്റ്റ് നോക്കാതെ നീ എന്തെടുക്കുകയായിരുന്നു എന്നും ചോദിക്കുന്നുണ്ടാകാം. പുറത്തു പറഞ്ഞില്ലെങ്കിലും ഉമ അനുഭവിച്ചിരുന്ന പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാകുന്നു. നാളുകൾക്കു ശേഷം ഫേസ്ബുക്കിൻ്റെ അണിയറ പ്രവർത്തകർ ഇനി നീ ലോഗിൻ ചെയ്യില്ല എന്നുറപ്പാക്കി അവരുടെ സെർവറിൽ നിന്നും നീക്കം ചെയ്യും. നീ അവശേഷിപ്പിച്ച ചിത്രങ്ങളും കവിതകളും അവർ സൂക്ഷിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ അവയെല്ലാം എൻ്റെ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്യുകയാണ്. ഉമ, നിൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. നീ അറിയുന്നില്ല എങ്കിലും നിൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള കൗമുദി ആഴ്ചപ്പതിപ്പ്, മാർച്ച് 2021. കഥ ഫേസ്ബുക്ക്. കഥാസമാഹാരം ചേറ്റുമീൻ. കഥാകാരൻ മനു ജോസഫ്. പബ്ലിഷർ ലോഗോസ് ആണ്.